ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ചലഞ്ചാണ് ചെയ്യുന്നത്, ഒരു ഗെയിമാണ് ഇന്നൊരു പങ്കെടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മെയിനായ ദീപേച്ചിയും പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമാവയായ ദേവനും പിന്നെ ഞങ്ങളുടെ വികൃതിക്കുട്ടനായ അവൻ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട് ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഇന്ന് 5 പേരാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞാനാണ് ഇതിൽ ഷഫിൾ ചെയ്യുന്നത്. 6 മേളിൽ ആട്ടയൊക്കെ വീഴുമെന്ന് അറിയാൻ വയ്യ. അപ്പം ഈ 3 ഗ്ലാസ്സിലാണ് നമ്മൾ വെച്ചേക്കുന്നത് സാധനങ്ങൾ. ഒന്ന് മുളകും, ഒന്നൊരു ആട്ടയും, ഒന്നിൽ പൈസയാണ്. 6 പൈസ എടുക്കും. ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പം 6 പൈസ എടുക്കും, 6 ആട്ട എടുക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എല്ലാവരും എല്ലാവരും തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ ഷഫിൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ ഷഫിൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും തിരിഞ്ഞു നിന്നോ, നമുക്ക് തുടങ്ങാം. ഗെയിമിലേക്ക് പോവാം. നമ്മളൊന്ന് ഷഫിൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ അവന്മാര് ചിലപ്പോൾ ഇത് കണ്ടുപിടിച്ച് ജയിച്ചു. അപ്പോൾ നമുക്കിത് തിരിച്ചു വെക്കാം. അപ്പം ആദ്യമേ വരുന്നത് നമ്മുടെ ആദ്യമാണ്. ഒന്നുകൂടെ ആട്ട വീഴാനാന്ന് തോന്നുന്നു ആദ്യം വരുന്നത്. ആദ്യമാണ് വന്നിരിക്കുന്നത്. ആദ്യം പൈസയാണ്. ആദ്യം മാറിയിരിക്കണം. ആദ്യം ജയിച്ചിട്ടുണ്ട്. ഇതിൽ തീരെ നേരത്തെ ആദ്യം തമ്മിലുള്ള ആട്ടി വീഴുമെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഒന്നുകൂടെ ഷഫിൾ ചെയ്യണം. എല്ലാവരും തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അടുത്തതായി വരുന്നത് പൊന്നുമാണ്. അപ്പോൾ നമ്മൾ പൊന്നുവിനെ സ്വാഗതം ചെയ്യാണ്. നമ്മളെ മുളക് കഴിക്കാൻ സ്വാഗതം ചെയ്യാം പൊന്നുവിനെ. അതേപോലെ പൊന്നു എടുക്കാൻ പോവാണ്. പൊന്നുവും ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ പൊന്നുവിനെ കൺഗ്രാജുലേഷൻസ്. നമ്മളെ ഒന്നുകൂടെ ഷഫിൾ ചെയ്യാൻ പറ്റും. ഈ പ്രാവശ്യം ആർക്കും പൈസ കൊടുക്കത്തില്ല. അപ്പം ആര് തോക്കാൻ പോകുന്ന നോക്കാൻ വേണം. അപ്പൊ ദീപേച്ചിനാണ് നമ്മൾ വിളിക്കുന്നത്. ദീപേച്ചി എന്ത് ചെയ്യുന്നു അറിഞ്ഞൂടാ. ദീപേച്ചിക്ക് ജയിച്ചിരിക്കുകയാണേ. അപ്പം ഇത് അവസാനം ദീപേച്ചി മുളക് ചെയ്യുന്നോന്നറിയാടാ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഷഫിൾ ചെയ്യാം. അപ്പം നമ്മുടെ അടുത്ത ദേവനാണ് വരുന്നത്. ദേവൻ എല്ലാരും കൈയോടെ സ്വാഗതം ചെയ്യാം. ദേവന് ഇതാ കിട്ടാൻ പോകുന്ന മോളെ. ദേവൻ മുളകെടുത്തിരിക്കുന്നു. മുളക് ആദ്യമായിട്ടാ മുളകെടുത്ത. കഴിച്ചോളും പോലെ ആവശ്യം വരും. ദേവന് മുളക് കിട്ടിയിരിക്കുകയാണ്. മുളക് കഴിക്കും. അങ്ങനെ മുളക് കഴിച്ച് ദേവൻ ഔട്ടായിരിക്കാണ്. മുളക് കഴിച്ച് ഇനി ചിത്തു മാത്രമേ ഉള്ളൂ. അവൻ എന്ത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ നമ്മുടെ ജിത്തുവിന് എന്ത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ജിത്തുവിനെ സ്വാഗതം ചെയ്യാണ്. ജിത്തുവിന് എന്ത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ജിത്തു ഓടി വന്ന് പൈസ എടുത്തിരിക്കുകയാണ്. ഇനി 4 പേര് തമ്മിലുള്ള മത്സരമുണ്ട്. ഈ ജയിക്കുന്ന ഇപ്പൊ ഇനി ആര് മുളക് എന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ദേവൻ ഔട്ടായിരിക്കുന്നു. ഇനി 4 പേരാണ് മത്സരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ദീപേച്ചിയും പിന്നെ നമ്മുടെ ഈ 3 പേരും. പിന്നെ നമ്മള് ഇപ്പൊ എല്ലാരും തിരിഞ്ഞിരിക്കാം. അപ്പൊ ഗെയിമില് ഇനി ആര് മുളക് എന്നൊന്നും അറിയാൻ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇനി എല്ലാരും പോയി തിരിഞ്ഞിരിക്കാനുള്ള സമയമാണ്. തിരിഞ്ഞിരിക്കും. ഞാൻ പോയി ഷഫിൾ ചെയ്യട്ടെ. മുളക് തീറ്റിക്കാനായിട്ട് തന്നെ അവൾ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മള് ഫസ്റ്റ് തന്നെ ദീപേച്ചിയെ വിളിക്കുകയാണ്. ദീപേച്ചി ഇപ്പൊ മുളക് തിന്നോ അറിഞ്ഞൂടാ. അയ്യോ, മുളക് തിന്നാൻ പോയാണ് നമ്മള് ദീപേച്ചി. മുളക് കഴിക്കാൻ പോയാണ്. അങ്ങനെ മുളക് തിന്ന് നമ്മുടെ ദീപേച്ചി ഔട്ടായി പോയിരിക്കണേ. എല്ലാരും കൈയടിക്കോ. അവസാനം ഇനി നമ്മുടെ പൊന്നൂരാണ് ശരിയാൻ പോയത്. അതിനുശേഷം നമ്മൾ ഷഫിൾ ചെയ്യട്ടെ. അപ്പം ആടെ ഇതാ പൊന്നു വരെയാണ്. പൊന്നൂനെ നമുക്ക് കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. പൊന്നു എന്തുവാണ് എടുക്കാൻ പോകുന്നത്? പൊന്നുതാ പൈസ എടുത്ത് ജയിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ആദ്യയുടെ ഊരമാണ്. ഇനി നമ്മള് ഓക്കെ. ഇനി ആദ്യം ഊരാണ്. ആദ്യം വരൂ.
ആദ്യം എന്തുവാണ് എടുക്കുന്നത് സ്റ്റൈലിലൊക്കെ വരുന്നുണ്ട്. ആദ്യം ആട്ട തേക്കാൻ പോയാണ് ആദ്യം മോന്തയ്ക്ക്. അങ്ങനെ ആട്ട തേച്ച് ഔട്ടായിരിക്കാണ് ആട്ട തേച്ച്. ഇനി 2-2 ഒരക്ഷ ഒരാള് ഇത് അവനും കോയിൻ എടുത്തു കഴിഞ്ഞാ ഇതില് പൊന്നു കഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ഷഫിൾ ചെയ്യാം. ലാസ്റ്റ് ആമത് വരേണ്ടത്. ലാസ്റ്റ് നമ്മുടെ ജിത്തു വരികയാണ്. ജിത്തുവിന് പോയി എന്ത് കിട്ടുമെന്ന് അറിയൂടാ. ജിത്തുവിന് പോയി എന്ത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ആവശ്യം വരും അത് കൈവെക്കാം. അവിടെ ജിത്തു ജയിക്കും. നമ്മളെ ജിത്തുനാ കുറച്ചുകൂടെ അങ്ങനെ നമ്മുടെ ഈ പൊന്നൂന് നമുക്ക് പൈസ കൊടുത്തു. പൊന്നൂന് നമ്മള് കാശ് കൊടുത്താണ്. പൊന്നൂന് 1 രൂപ കൊടുക്കും. പൊന്നൂന് ഈ പൊന്നൂന് നമ്മൾ 1 രൂപ കൊടുക്കുകയാണ്. വെച്ചോളൂ ആവശ്യം വരും. അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു.